Alright, so today we are going to learn about water. Okay, water ne കുറിച്ചായിരിക്കും നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. Water exists in three states. മൂന്ന് രൂപത്തിലാണ് നമ്മൾ വാട്ടറിനെ കാണുന്നത്. സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. സോളിഡ് രൂപത്തില്, ലിക്വിഡ് രൂപത്തിലും ഗ്യാസ് രൂപത്തിലുമാണ് നമ്മൾ വാട്ടറിനെ കാണുന്നത്. When we hang washed clothes in the sun, they dry. നമ്മൾ കഴുകിയ തുണി വെയിലത്തിടുമ്പോൾ അത് പെട്ടെന്ന് ഉണങ്ങുന്നു. അതെന്താണ് അതിന്റെ പ്രോസസ്? Sunlight heats the water in the wet clothes, changes it into water vapor through the process of evaporation. This water vapor goes into the air. ആദ്യം നമ്മൾ കാണുന്നുണ്ട് സൂര്യൻ ഹീറ്റ് ചെയ്യുന്നു. ആ വെള്ളം ആ നനഞ്ഞ തുണിയിലുള്ള ആ ഈർപ്പം ആ വെള്ളത്തിനെ അങ്ങ് ചൂടാക്കുമ്പോഴത്തേക്ക് വെള്ളം എന്താണ് സംഭവിക്കുന്നത്? വാട്ടർ വേപ്പർ ആയിട്ട് മാറും. ആ പ്രോസസ്സിന് പറയുന്നതാണ് ഇവാപറേഷൻ. ഈ വാട്ടർ വേപ്പർ പിന്നെ ആ തുണിയിൽ ഇരിക്കുവോ? ഇല്ല. ഈ വാട്ടർ വേപ്പർ എയറിലോട്ട് ഇങ്ങനെ അങ്ങ് പോകും. So the process of water changing into water vapor on heating is called evaporation. Evaporation എന്താണ്? വാട്ടർ ചൂടാകുമ്പോൾ ആവിയായിട്ട് മാറുന്നതാണ്, വാട്ടർ വേപ്പർ ആയിട്ട് മാറുന്നതാണ് പറയുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്നതാണ് ഇവാപറേഷൻ. Okay, now evaporation is a continuous process that happens all the time at all places. എല്ലാ സ്ഥലങ്ങളും എപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രോസസ് ആണ് ഇവാപറേഷൻ. The rate of evaporation varies with the following factors. ഈ ഫാക്ടേഴ്സ് എല്ലാമാണ് ഈ ഇവാപറേഷൻ എങ്ങനെയൊക്കെ നടക്കുന്നു എന്ന് അതിന്റെ ആ റേറ്റിനെ തീരുമാനിക്കുന്നത്. Okay, so you have temperature. അതിന്റെ ആ ടെമ്പറേച്ചർ എന്താണ് നമ്മൾ കാണുന്നത്? The higher the temperature, the higher the rate of evaporation. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഇവാപറേഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിങ്ങനെ ഇരിക്കും. The lower the temperature, the lower the rate of evaporation. ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് ഇവാപറേഷന്റെ റേറ്റും കുറയും. Okay, and then you see wind. The stronger the wind, the higher the rate of evaporation. കാറ്റടിക്കുന്നതിനനുസരിച്ച്, കൂടുതൽ കാറ്റടിക്കുന്നതിനനുസരിച്ച് പെട്ടെന്ന് ഇവാപറേഷൻ നടക്കും. Okay, and then we have humidity, ഈർപ്പം, right? The more the humidity, the lesser the evaporation. ചുറ്റുമെല്ലാം ഈർപ്പം കൂടുതലാണെങ്കിൽ ഇവാപറേഷൻ കുറഞ്ഞാണ് നടക്കുന്നത്. ഇവാപറേഷൻ എന്ന് പറയുന്ന പ്രോസസ് കുറവാണ് നടക്കുന്നത്. And then you go on further. We learned about evaporation. Next you have condensation and precipitation. Now condensation and precipitation നെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ you have ഒരു എക്സ്പെരിമെന്റ് നമുക്കൊന്ന് നോക്കാം. You must have experienced drops of water on the outside of a cold drink bottle. ഒരു തണുത്ത കുപ്പിയുടെ വെളിയിൽ നല്ല വെള്ളത്തിന്റെ തുള്ളികൾ നമ്മൾ കാണുന്നു. Where does this water come from? എവിടുന്നാണ് ഈ വെള്ളം വരുന്നത്? The water vapor present in the air changes into drops of water on touching the cold surface of the bottle. So നമ്മുടെ ചുറ്റുമുള്ള എയറിനകത്ത് വാട്ടർ വേപ്പർ ഉണ്ട്, അല്ലെ? ഈർപ്പമുണ്ട്. സോ ആ വാട്ടർ വേപ്പർ എത്രയും പെട്ടെന്ന് ഈ തണുത്ത കുപ്പിയെ തൊടുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത്? ഈ ആവിയായിട്ടിരിക്കുന്നത് പെട്ടെന്ന് അങ്ങ് തണുക്കുമ്പോൾ വാട്ടർ വേപ്പർ എന്താണ് സംഭവിക്കുന്നത്? വാട്ടർ വേപ്പർ വാട്ടർ ആയിട്ട് മാറും. സോ ആ വാട്ടർ ആണ് നമ്മൾ ആ ബോട്ടിലിന്റെ മണ്ടയ്ക്ക് നമ്മൾ കാണുന്നത്. So you see, this is what happens to the water vapor in the air. ഇതാണ് എയറിലുള്ള വാട്ടർ വേപ്പറിന് ഈ തണുത്ത കുപ്പി വെക്കുമ്പോഴത്തേക്ക് ഇതാണ് സംഭവിക്കുന്നത്. As it rises and comes in contact with the cooler air above, it changes into droplets of water to form ക്ലൗഡ്സ്. ഈ വാട്ടർ വേപ്പർ ആവിയായിട്ട് മേലോട്ട് പോകുമ്പോഴത്തേക്ക് നല്ല തണുത്ത കാറ്റാണ്, മേളിൽ നല്ല കൂൾ എയർ ആണ്. അന്നേരം എന്താണ് സംഭവിക്കുന്നത്? ഈ വാട്ടർ വേപ്പർ വെള്ളമായിട്ട് അങ്ങ് മാറും. ടേൺസ് ഇൻ ടു വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഓഫ് വാട്ടർ ഡ്രോപ്സ് ആയിട്ട് മാറിയിട്ട് അത് ക്ലൗഡ് ആവുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഈ ക്ലൗഡ്സ് ഉണ്ടാവുന്നത്. സോ വാട്ടർ വേപ്പർ മേളിലോട്ട് വരുമ്പോഴത്തേക്ക് ആ കൂളർ എയറിനെ കണ്ടുമുട്ടുമ്പോഴത്തേക്ക് നല്ല ഡ്രോപ്ലെറ്റ്സ് ഓഫ് വാട്ടർ ആയിട്ട് അങ്ങ് മാറി ഒരു ക്ലൗഡ് ആയിട്ട് അങ്ങ് ഫോം ചെയ്യും. Okay, so now you see the process of water vapor changing into water on cooling is called condensation. Condensation എന്താണ്? വാട്ടർ വേപ്പർ ആയിട്ട് തണുപ്പിക്കും. വാട്ടർ വേപ്പർ തണുക്കുമ്പോഴത്തേക്ക് വാട്ടർ ആയിട്ട് മാറുന്നതിന് പറയുന്നതാണ് കണ്ടൻസേഷൻ. Okay, now water cycle. നമ്മൾ വേറൊരു കാര്യം പഠിച്ചു, വാട്ടർ സൈക്കിളിനെ കുറിച്ച് പഠിച്ചു. I am sure you must have all heard about the water cycle. Now due to the heat of the sun, the water from the ponds, lake, rivers and seas evaporates.
അല്ലേ? നമ്മൾ കാണുന്നുണ്ട് ഈ ചൂട് കാരണം, ഈ സൂര്യന്റെ ചൂട് കാരണം ആ വെള്ളം പോൺസിന്റെ അകത്തും റിവേഴ്സിനകത്ത് ലേക്സിനകത്തുള്ള ഈ റിവറിനകത്തുള്ള ഈ വെള്ളം എന്താണ് സംഭവിക്കുന്നത്? ഇറ്റ് ഗെറ്റ്സ് ടേൺഡ് ഇൻ ടു, ഇറ്റ് ഇവാപറേറ്റ്സ് അല്ലേ? ഇവാപറേറ്റ് ചെയ്തിട്ട് അത് വാട്ടർ വേപ്പർ ആയിട്ട് മാറുന്നുണ്ട്, റൈറ്റ്? എന്നിട്ട് നമ്മൾ കാണുന്നുണ്ട് ഡ്യൂ ടു കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് ഇവാപറേഷൻ വാട്ടർ വേപ്പർ റൈസസ് അപ്പ് ആൻഡ് ഗെറ്റ്സ് കൂൾഡ്. അന്നേരം എപ്പോഴും ഒരു സ്ഥലത്ത് മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇവാപറേഷൻ നടക്കുന്നതുകൊണ്ട് ഈ വാട്ടർ വേപ്പർ എല്ലാം റൈസ് അപ്പ് ചെയ്തിട്ട് മേലോട്ട് പൊങ്ങിയിട്ട് അതിനെ അങ്ങ് തണുക്കും, റൈറ്റ്? തണുക്കുമ്പോഴത്തേക്ക് ദിസ് വാട്ടർ വേപ്പർ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ പഠിച്ചു, ഇറ്റ് ടേൺസ് ഇൻ ടു സ്മോൾ വാട്ടർ ഡ്രോപ്സ് ആൻഡ് ഫോംസ് ക്ലൗഡ്സ് ഇൻ ദ പ്രോസസ് ഓഫ് കണ്ടൻസേഷൻ, കറക്റ്റ്? സോ അത് വാട്ടർ ഡ്രോപ്സ് ആയിട്ട് മാറിയിട്ട് ക്ലൗഡ് ആയിട്ട് അങ്ങ് ഫോം ചെയ്യുന്നു ആ പ്രോസസ് ഓഫ് കണ്ടൻസേഷനിലൂടെ. ആൻഡ് ഓൺ പാസിംഗ് ത്രൂ ദ കൂൾ എയർ ദ ക്ലൗഡ്സ് ബിക്കം കൂളർ. അന്നേരം ഈ കൂൾ എയർ, ഈ തണുത്ത കാറ്റിലോട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഈ ക്ലൗഡ്സ് എന്താണ് സംഭവിക്കുന്നത്? അത് പിന്നെയും അങ്ങ് തണുക്കും. ഈ ക്ലൗഡ്സ് പിന്നെയും തണുത്ത കാറ്റിലൂടെ പോകുമ്പോഴത്തേക്ക് അത് പിന്നെ അങ്ങ് തണുക്കും. അന്നേരം എന്താണ് സംഭവിക്കുന്നത്? യു സി ദ ക്ലൗഡ്സ് ബിക്കം ഹെവി. അന്നേരം ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് എല്ലാം ഈ തണുത്ത കാറ്റിലൂട്ട് ഇങ്ങനെ ഈർപ്പം ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്ക് ഈ ക്ലൗഡ്സിനകത്ത് മൊത്തം ഇങ്ങനെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് ഇങ്ങനെ ഹെവി ആയിട്ട് അങ്ങ് ഇരിക്കും, അല്ലെ? അതാണ്, ദാറ്റ് ഇസ് വാട്ട് ദി കം ഡൗൺ ആസ് റെയിൻ ആൻഡ് കോൾഡ് റീജിയൻസ് ആസ് സ്നോ. ഭയങ്കര തണുപ്പുള്ള സ്ഥലത്ത് അത് സ്നോ ആയിട്ടും വീഴും, മറ്റു സ്ഥലങ്ങളെല്ലാം മഴയായിട്ട് അങ്ങ് വീഴും. So this process is called precipitation. Okay, so അതിന് പറയുന്നതാണ്, ഈ മഴ പെയ്യുന്നതിന് പറയുന്നതാണ് precipitation. So look at this figure to understand the process which is called water cycle in nature. So ഈ ഒരു പടം കാണുമ്പോൾ നമുക്ക് കുറെ മനസ്സിലാവുന്നുണ്ട്. See, evaporation ആയിട്ട് ഇതിങ്ങനെ പൊങ്ങി ഒത്തിരി സ്ഥലങ്ങളിലൂടെ ഇവാപറേഷൻ നടക്കുന്നു. അത് ഈ മേലോട്ട് ഇങ്ങനെ വാട്ടർ വേപ്പർ ആയിട്ട് മേലോട്ട് പൊങ്ങിയിട്ട് അത് കണ്ടൻസ് ആയിട്ട് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഫോം ചെയ്ത് ക്ലൗഡ്സ് ആയിട്ട് മാറുന്നു. ഈ ക്ലൗഡ്സ് ആയിട്ട് മാറുമ്പോൾ പിന്നെയും വെള്ളം ഇങ്ങനെ ഇവാപറേറ്റ് ആയിട്ട് അതിനകത്ത് കയറി വരുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത്? ഒത്തിരി വെള്ളം ആവുമ്പോഴത്തേക്ക് അത് മഴത്തുള്ളികളായിട്ട് പ്രസിപ്പിറ്റേഷൻ നടക്കുന്നു, റൈറ്റ്? ആൻഡ് ഇച്ചിരൂടെ തണുത്ത സ്ഥലങ്ങളിലാണെങ്കിൽ സ്നോ ആയിട്ട് അങ്ങ് മാറും. Correct? Okay, so then you see what happens over here. When it rains, the melting of the ice, ille ee snow aittokke maarumbodhekku when the rain falls, the ice melts. എന്നിട്ട് മെൽറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ വെള്ളം എല്ലാം ഇങ്ങനെ ബാക്കിയുള്ള ഈ മെൽറ്റ് ആയിരുന്ന വെള്ളം എല്ലാം ഇറ്റ് ഗോസ് ഇൻ ടു ദ സർഫസ് ഗ്രൗണ്ട് വാട്ടർ ആൻഡ് അണ്ടർഗ്രൗണ്ട് വാട്ടർ, ആൻഡ് പിന്നെയും ലേക്കും സ്ട്രീംസിലോട്ട് ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. Okay, now you see, besides rain, the different forms of precipitation are hail, dew, frost, snow and fog. ഈ മഴ കൂടാതെ നമുക്ക് വേറെ കുറെ different forms of precipitation ഉണ്ട്. അതാണ് നമ്മുടെ hail, dew, frost, snow and fog. So അതൊക്കെ എന്താണ് നമുക്കൊന്ന് നോക്കാം. Dew എന്ന് പറയുന്നത്, during winters water vapor in the air condenses to form tiny drops of water that can be seen on window panes or leaves and on the ground. This is called dew. So തണുപ്പ് കാലത്താണെങ്കിൽ നമുക്ക് നല്ല മഞ്ഞ് പോലെ നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? So you see that water vapor, ആ എയറിലുള്ള വാട്ടർ വേപ്പർ കണ്ടൻസ് ചെയ്യുന്നു, തണുക്കും. എന്നിട്ട് കുഞ്ഞു കൊച്ചു വെള്ളത്തുള്ളികളായിട്ട് നമ്മുടെ ജനലിന്റെ സൈഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, ഇലകളിൽ കാണുന്നുണ്ട്. So അതിനെ വിളിക്കുന്നതാണ് dew. Okay, so it's called dew. Okay, next you have fog in cold mornings and nights. The water vapor in the air condenses on dust particles present near the ground. This is called fog. So നമുക്ക് ഒത്തിരി പൊടി, ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന പൊടികളെല്ലാം ഈ എയറിനകത്ത് ഉണ്ട്, കറക്റ്റ്? സോ തണുപ്പുള്ള സമയത്ത് രാവിലെയും രാത്രിയിലും ഈ ഈർപ്പം, ഈ വാട്ടർ വേപ്പറിലോ ഈ എയറിലുള്ള വാട്ടർ വേപ്പർ എന്താണ് സംഭവിക്കുന്നത്? ഈ വാട്ടർ വേപ്പർ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസിന്റെ മണ്ടയ്ക്ക് അങ്ങ് കണ്ടൻസ് ആവും. ഓക്കെ, അതിന്റെ മണ്ടയ്ക്ക് അങ്ങ് കണ്ടൻസ് ആയിട്ട് വിച്ച് ഇസ് നിയർ ദ ഗ്രൗണ്ട്, ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് നമ്മുടെ ഗ്രൗണ്ടിന്റെ അടുത്തുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസിന്റെ മണ്ടയ്ക്ക് ഇങ്ങനെ അങ്ങ് കണ്ടൻസ് ചെയ്യും. ഓക്കെ, ഈർപ്പമായിട്ട് അതങ്ങ് കണ്ടൻസ് ചെയ്ത് വാട്ടർ വേപ്പർ കണ്ടൻസ് ആയിട്ട് വാട്ടറായിട്ട് ഫോം ചെയ്യാതെ അത് ഫോഗ്, ആ ഒരു സ്റ്റേറ്റിന് പറയുന്നതാണ് ഫോഗ്. സോ യു സി, ഇൻ കോൾഡ് മോർണിംഗ്സ് ആൻഡ് നൈറ്റ്, തണുപ്പുള്ള രാത്രികളിലും
രാവിലെയും നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ഗ്രൗണ്ട്, നമ്മുടെ ഗ്രൗണ്ടിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ്, നമ്മുടെ തറയിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസിന്റെ മണ്ടയ്ക്ക് നമ്മൾ ഈ വാട്ടർ വേപ്പർ എല്ലാം കണ്ടൻസ് ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. കറക്റ്റ്? സോ ഇറ്റ്സ് നോട്ട് ഓൺലി ഓൺ ദ ഗ്രൗണ്ട് ബട്ട് നിയർ ദ ഗ്രൗണ്ട് ആസ് വെൽ. യു ക്യാൻ സീ ഡസ്റ്റ് പാർട്ടിക്കിൾസ് എല്ലായിടത്തും ഇങ്ങനെ പറക്ക് വന്നില്ലേ. സോ യു സീ ഈ വാട്ടർ വേപ്പർ എല്ലാം ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് മണ്ടയ്ക്ക് ഇങ്ങനെ ചുറ്റി ചുറ്റി നിൽക്കുമ്പോഴാണ് അതിനെ ഫോഗ് എന്ന് പറയുന്നത്. ആൻഡ് ഹെയിൽ എന്ന് പറയുന്നത് എന്താണ്? സംടൈംസ് when raindrops pass through very cold air they freeze to form hail. സോ ചില സമയത്ത് ഈ മഴത്തുള്ളികൾ ഭയങ്കര തണുത്ത കാറ്റിലൂടെ പോകുമ്പോഴത്തേക്ക് അത് ഫ്രോസൺ ആയിട്ട് വരും. ഓക്കെ, അതിന് പറയുന്നതാണ് ഹെയിൽ. ദിസ് ഹെയിൽ ക്യാൻ സ്പോയിൽ അവർ ക്രോപ്സ്. നമ്മുടെ കൃഷിക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മുടെ ഈ ഹെയിൽ വരുവാണെങ്കിൽ. സോ യു ക്യാൻ സി ഇത് മഴത്തുള്ളികൾ ഭയങ്കര തണുത്തുള്ള കാറ്റിലൂടെ പോകുമ്പോഴത്തേക്ക് അത് ഫ്രോസൺ ആയിട്ട് പോകും ഇല്ലേ. സോ ഫ്രോസൺ ആവുമ്പോഴത്തേക്ക് അതിനെ ഹെയിൽ ആയിട്ടാണ് കാണുന്നത് നമ്മൾ. സോ ദിസ് ക്യാൻ സ്പോയിൽ അവർ ക്രോപ്സ്. അത് നമ്മുടെ കൃഷിയെല്ലാം നശിപ്പിക്കുന്നു. Then you see frost. Frost എന്ന് പറയുന്നത് when the temperature decreases further dew drops freeze to form ice. So നമ്മൾ പറഞ്ഞായിരുന്നു മഞ്ഞ തുള്ളികൾ ഇല്ലേ, നല്ല വാട്ടർ ഡ്രോപ്സ്, കുഞ്ഞു വാട്ടർ ഡ്രോപ്സ്. സോ എന്താണ് സംഭവിക്കുന്നത്? ഈ കുഞ്ഞു വാട്ടർ ഡ്രോപ്സ് ഈ ടെമ്പറേച്ചർ പിന്നെയും ഡിക്രീസ് ആകുമ്പോഴത്തേക്ക് അത് ഐസ് ആയിട്ട് അങ്ങ് മാറും. സോ ഇതിന്റെ പേരാണ് ഫ്രോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഫ്രോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കൃഷിക്ക് ഭയങ്കര ഭയങ്കര നാശങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. Okay, and then snow എന്ന് പറയുന്നത് എന്താണ്? When the air becomes very cold the water vapor condenses to form ice flake, right? നല്ല സ്നോ എല്ലാവരും നിങ്ങൾ പിക്ചേഴ്സിലെല്ലാം കണ്ടിട്ടുണ്ട്. അത് ഐസ് ഫ്ലേക്സ് ആയിട്ടാണ് നമ്മൾ ചീകിയിരിക്കുന്ന ഐസ് ആയിട്ട് നമ്മൾ സ്നോ കാണുന്നത്. വെള്ളം തുള്ളിയുടെ പകരം കാറ്റ് എയർ ഭയങ്കര തണുക്കുമ്പോഴത്തേക്ക് ഈ വാട്ടർ വേപ്പർ ഈർപ്പം എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഈ ഐസിന് വേണ്ടേക്ക് ചീകുന്നത് പോലെ വെള്ളത്തിന്റെ തുള്ളിക്ക് പകരം ഇങ്ങനെ ചീകുന്ന ഐസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അന്നേരം ഇതിനെ വിളിക്കുന്നതാണ് സ്നോ. ആൻഡ് ദ സ്നോ ഫ്ലേക്സ് ക്യാൻ വേരി ഇൻ ഡിഫറെന്റ് സൈസ്. ഓക്കെ, സോ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇരിക്കുന്നത് നമ്മൾ ഓർത്തിരിക്കേണ്ടത് amount of rain, hail, dew, frost and snow and humidity affect the weather of a place. ഒരു സ്ഥലത്തിന്റെ വെതറിനെ അഫക്ട് ചെയ്യുന്നത് എന്താണ്? എത്രമാത്രം റെയിൻ വീഴുന്നു, എത്രമാത്രം ഹെയിൽ വീഴുന്നുണ്ട്, എത്രമാത്രം ഡ്യൂ വീഴുന്നുണ്ട്, ഫ്രോസ്റ്റ് വീഴുന്നുണ്ട്, സ്നോ വീഴുന്നുണ്ട്, എത്രമാത്രം ഹ്യൂമിഡിറ്റി ഈർപ്പം ഉണ്ടെന്ന് നമ്മുടെ വെതർ the amount of this which falls on the place affects the weather of the place. Okay, so this is enough for today. If you have any questions, please do message me or let me know. All right.